നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള സാരീസാണ് കാണിക്കുന്നത്. മിക്സഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫങ്ഷൻ എടുക്കാൻ പറ്റുന്നതുകൊണ്ട്, ഡെയിലി എടുക്കാൻ പറ്റുന്നതുകൊണ്ട്, അങ്ങനെ അധികം ഇല്ലതാനും ഉള്ളത് മിക്സഡാണ്. ഇപ്പം ആദ്യത്തെ സാരി ഇങ്ങനെ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത സാരി, അതുണ്ടോ, സെമി ജൂട്ടിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്ത ഇങ്ങനത്തെ സാരികൾക്ക് നല്ല ഡിമാൻഡുള്ളതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ ഒരു മുന്തിരി കളർ എന്ന് പറയും, മുന്തിരി കളറാണ്. എന്നിട്ട് അതിൽ ഇങ്ങനെ ആ ഒരു ഡിസൈനിൽ ഒരു ചെറിയ സ്ട്രൈപ്പ് പോലെ ഡിസൈനുണ്ട്. ഫുള്ള് ബുട്ടായാണ്, എംബ്രോയ്ഡറി. ഈ ക്രോസ് സ്റ്റിച്ച് തന്നെ ബുട്ട വരും. ഞാൻ ഇതിൻ്റെ മേന്മകൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും ഏറ്റവും അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒന്നുമല്ല. എന്നും മോഡലായിട്ടുള്ള ഒരു കാറ്റഗറി പറ്റ സാരികൾ, എന്നും സ്റ്റാൻഡേർഡുള്ള, എന്നും എല്ലാവർക്കും പ്രിയമായിട്ടുള്ള സാരികളാണ്. പിന്നെ ഇത് സെമി ജൂട്ടിലാണ്, മെറ്റീരിയൽ സെമി ജൂട്ടാണ്. അതായത് ഒരു മുന്തിരി കളർ വന്നിട്ട് ഇവിടെ വന്നിട്ട് പിങ്കും ഒരു പിസ്ത ഗ്രീനും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഇപ്പോൾ എൻ്റെ തോളത്ത് കിടക്കുന്നത് ഈ ഭാഗമാണ്. മുന്താണ് ഇങ്ങനെ 4 സൈഡിലും ക്രോസ് സ്റ്റിച്ച്, ഇങ്ങനെ നിറച്ചും ബുട്ട. ക്രോസ് സ്റ്റിച്ചിന് നമുക്കറിയാം, ക്രോസ് സ്റ്റിച്ച് നമ്മളിപ്പോൾ ഒരു സാരി ചെയ്യണമെങ്കിൽ ഫുള്ള് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്ന അനുസരിച്ചാണ് 2500-3000 റേറ്റ് ആവും. നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ചെയ്യും. എന്നാലും നമുക്കറിയാം, ഒരു സാരി നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തൊക്കെ എടുക്കുമ്പം ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ അത്രയും റേറ്റ് ആകുന്നതാണ്. പിന്നെ നല്ല സെമി ജൂട്ട്, ടസർ എന്ന് പറഞ്ഞു ടസറിൻ്റെ സാരി ഇരിപ്പുണ്ട്, അതുകൊണ്ടായിരിക്കും. സെമി ജൂട്ടയിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ, ഇതാണ് സാരി. അതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇത് ഉണ്ടോ, ഇങ്ങനെ തന്നെ ഫുള്ള്. അങ്ങനെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും, ഇങ്ങനെ പ്ലെയിൻ കണ്ടോ, ഈ ഒരു പാർട്ട് പ്ലെയിൻ ആയിട്ട് വരും. അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് തന്നെ, ഈ ബ്ലൗസ് ഇഷ്ടമാണെന്ന് അവനവൻ്റെ ഒരു ഇതനുസരിച്ച് എടുക്കുക. ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസ് തന്നെ ഇടാം. അതുപോലെ തന്നെ വേറെ കോൺട്രാസ്റ്റ് ഇടണമെങ്കിൽ ഇച്ചിരി കൂടെ ബ്രൈറ്റായിട്ട് നിൽക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈ കളർ നമ്മൾ നല്ല കോട്ടൺ സിൽക്കിൻ്റെ ഒക്കെ ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റായിട്ട് നിൽക്കും. ഇതിപ്പം ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്കും എന്താ പറയുന്നത്, സിമ്പിളായിട്ടുള്ളത് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ ഒരു എലഗൻ്റായിട്ടും ഒരേ സമയം ഫീൽ ചെയ്യുന്ന ഒരു സാരി. ഇതിന് ഭയങ്കര കളറെടുപ്പല്ല, ഇതിൻ്റെ ആ ഒരു സ്റ്റഫും ആ ഒരു വർക്കും അതെല്ലാം കൂടിയാണ് അതിനൊരു ഭംഗി ഉണ്ടാക്കുന്നത്. ഭയങ്കര എടുത്ത് നിൽക്കുന്നതല്ല, സിമ്പിൾ ബട്ട് എലഗൻ്റ്, അല്ലെങ്കിൽ സിമ്പിൾ ബട്ട് അട്രാക്റ്റീവ് എന്നൊക്കെ പറയത്തില്ലേ. ആരെ കണ്ടാലും അറിയാം, നല്ല വിലപിടിപ്പുള്ള, നല്ല മതിപ്പുള്ള സാരി. അറിയാവുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കുന്നത് എനിക്കറിയാം. ഇത് എപ്പോൾ വന്നാലും നമുക്ക് ധാരാളമായിട്ട് പോകുന്നു. ഇതിന് മാത്രം ഞാൻ സാരി ഫോൾ വെക്കാൻ നിർബന്ധിക്കില്ല, സാരി ഫോൾ വെക്കേണ്ട എന്നല്ല. ഇനി സാരി ഫോൾ വെച്ചില്ലെങ്കിലും ചെറിയ കുഴപ്പമില്ല, വെക്കുവാണെങ്കിൽ നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നല്ല ക്രോസ് സ്റ്റിച്ച് ആയതുകൊണ്ട് നല്ല ഒരു വെയിറ്റ് ഉണ്ട് ഈ ഒരു താഴെ വരുന്ന ഭാഗത്തെ. അതിന് സാരി ഫോൾ വെക്കുവാണെങ്കിൽ സാരിക്ക് കുറെ കൂടെ നല്ലതാണ്. അയ്യോ, വില 3800 രൂപ. 3800 3300 ഒന്നുകൂടെ നോക്കി. ക്രോസ് സ്റ്റിച്ച് ഫുള്ളായതുകൊണ്ടും ബോഡി ഫുള്ള് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി, അതുപോലെ തന്നെ ബോഡിയിലും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ഫുള്ള് 3300 3300. ഞാൻ സെമി ടസറിൽ ചെക്ക് ഡിസൈൻ അങ്ങനെ വരുന്ന സാരിയാണേ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പോകും എന്നെനിക്ക് നന്നായിട്ടറിയാം. കാരണം ചെക്ക് ഡിസൈൻ എപ്പോൾ വന്നാലും, ഏത് മെറ്റീരിയലേ വന്നാലും ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ പിന്നെ സെമി ടസറേ വരുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയ്ക്ക് വേഗം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതിപ്പം എപ്പോഴും ടസർ എടുക്കുമ്പോഴെല്ലാം ഞാൻ പറയുന്നത്, എന്നാലും ഒന്നും കൂടെ കേട്ട് ബോറടിച്ചെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയും, എന്തിനാ പ്യുവർ ടസർ വാങ്ങി 10,000 5000 10,000 രൂപയ്ക്ക് പോകുന്നതല്ലേ. അത്രയ്ക്ക് ഇതാണ് ഇത് ചെക്ക് ഡിസൈനാണ്. ഇത് വീഡിയോയിൽ കറക്റ്റായിട്ട് ചെക്ക് കാണാവോ? ഇല്ല അല്ലേ, ഈ ഒരു സ്ട്രൈപ്പ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരെണ്ണം പോകുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ കാണാം. ഈ ഒരു വൈറ്റ് ഇങ്ങനെ ഈ സ്ട്രൈപ്സ് പോലെ താഴേക്ക് പോകുന്നത് നല്ല എടുത്ത് നിൽക്കുന്ന വീവിങ്ങും,
ഇങ്ങോട്ട് പോകുന്നത് മങ്ങി നിൽക്കുന്ന വീവിങ്ങോ. പക്ഷേ ഇതിൻ്റെ ഫുൾ ഓൾ ഓവർ ബോഡി ചെക്കാണ് പോയിരിക്കുന്നത്, ചെക്ക് ഡിസൈനാണ് പോയിരിക്കുന്നത്. അടുപ്പിച്ച് കാണിച്ചാൽ അതറിയാവോ? കാണിക്കാവോ? അല്ല കാണിച്ചോ? കാണിച്ചായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ കാണിക്കുന്നത്. ഇതിപ്പം ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ പീച്ച് ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല എന്നാ പറയുന്നത്, നല്ല ഒരു ഇതാണ് കേട്ടോ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസിന് ചെക്കില്ല, ഒരു സ്ട്രൈപ്പ് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ ഈ നിഴലടിക്കുന്ന പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു വീവിങ് സ്ട്രൈപ്പിന് പോയിരിക്കുന്നത്. ഏതിനാ? ബ്ലൗസിന്. ഇത് ഫുള്ള് വീവിങ് കേട്ടോ, ഡിസൈനല്ല, വീവിങ്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഈ ചെക്ക് ഇടുമ്പം ഭയങ്കര ഒരു പ്രത്യേകതയാണ് അല്ലേ? അതിനൊരു പ്രത്യേകതയാണ്, പറഞ്ഞ് എന്താ കാണുമ്പോഴാണ് അതിനൊരു സുഖം. ഇതിൻ്റെ കുറേ കളറുണ്ട്. അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. എല്ലാം നല്ല ഇതാണ്. അടുത്തത് ഇതിപ്പോൾ വന്നിട്ട് ഒരു അടയ്ക്കാടെയൊക്കെ കളറില്ലേ, അങ്ങനത്തെ കളർ. അല്ലെങ്കിൽ ബ്രിക്കിൻ്റെയൊക്കെ, ബ്രിക്ക് റെഡെന്ന് ഞാൻ പറയുന്നില്ല, ചില ബ്രിക്കിൻ്റെ കളർ അല്ലേ? ഓടിൻ്റെ കളർ, ഓടിൻ്റെയൊക്കെ കളർ. ഓടിനും ഇപ്പോൾ ഭയങ്കര പെയിൻ്റ് അടിച്ച് വേറെ കളറാക്കത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓടിൻ്റെ ജന്മന ഉള്ള കളറ്, പിന്നെ മോഡിഫൈ ചെയ്ത് എന്നാ പറയുന്നത്, മേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോഴത്തെ കളറല്ല, ജന്മന ഉള്ള കളർ. അത് കൂടുതൽ അടയ്ക്കാടൊക്കെ കളർ അല്ലേ? അങ്ങനത്തെ അടയ്ക്കാട കളറല്ലേ ഇത്? അടയ്ക്കാട കളറാണ് ഉണ്ടോ? അതും ഇങ്ങനെ ഈ ഒരു ലൈറ്റ് വൈറ്റ് അല്ലേ ഇത്? വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ്. ആ നൂല് പോയിരിക്കുന്നത് അത് തെളിഞ്ഞാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് പോയിരിക്കുന്നത് ഇങ്ങനെ നിഴൽ പോലെ ഉണ്ടോ? ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. പിന്നെ നല്ല ഒന്നാന്തരമായിട്ട് ടസറിൻ്റെ ആ ഫീല് തരും. ടസർ വീവിങ് അല്ല, ടസറിൻ്റെ ആ ഒരു ടെക്സ്ചർ, എന്താ പറയുക, തുണിക്ക്. ഇതിപ്പോൾ ഒരു ബിസ്ക്കറ്റില്ലേ, ബിസ്ക്കറ്റിൻ്റെ കളർ പോലെ, ബിസ്ക്കറ്റ് കളർ അല്ലേ? നല്ല കളർ. ഈ കളറിനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോഴല്ല ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ. ശരിക്കും ഇതിനൊക്കെ ഒരു എടുപ്പാണ്. ഈ കളറുകൾക്കൊക്കെ, ഇങ്ങനത്തെ കളറുകളൊക്കെ ഇടുന്നതിനും ഒരു പ്രത്യേകതയാണ്. ബിസ്ക്കറ്റ് ഷെയ്ഡ്. വില പറഞ്ഞോ? അറിയാം, 1900. പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. തനി പിസ്ത ഗ്രീൻ എന്ന് പറയുന്നില്ല, പറയേണ്ട വഴിയില്ല, പിസ്ത ഗ്രീൻ തന്നെയാണ്. ഓരോന്നിനും ഓരോ ഷെയ്ഡ് ഉണ്ടല്ലോ, കണ്ടോ? പിസ്ത ഗ്രീൻ്റെ ഭയങ്കര ഡാർക്കും അല്ല, ഭയങ്കര ലൈറ്റും അല്ല, അങ്ങനെ ഒരു ഷെയ്ഡ്. മുന്താണി ഇങ്ങനെ സിമ്പിൾ സാരിയാണ്, പക്ഷേ ഭയങ്കര ലുക്ക് തരുന്ന സാരി. ഇപ്പം ഈ വൈറ്റ് ബ്ലൗസിന് നല്ല ഡിമാൻഡാണ്. വൈറ്റ് ബ്ലൗസ് ഇടുകയാണെങ്കിൽ, ഇത് പ്രത്യേകിച്ച് ഇപ്പോഴേ ഞാൻ ഈ കാണിക്കും, ലാവണ്ടർ, പീച്ച്, ഇതിനൊക്കെ വൈറ്റ് ബ്ലൗസോ, നിങ്ങൾ ചുമ്മാ ഒരു പരീക്ഷണാർത്ഥം വൈറ്റ് ഹക്കോബായുടെയൊക്കെ ബ്ലൗസോ അങ്ങനത്തെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഒരു വ്യത്യസ്തമായ ഒരു ലുക്ക് കാണും. എന്നിട്ട് ഇങ്ങനത്തെ പേടുമാലയോ ഇച്ചിരി ഇറക്കമുള്ള മുത്തുമാലയോ അങ്ങനത്തെയൊക്കെ ഇടുവാണെങ്കിൽ വേറൊരു ലുക്ക് കിട്ടും നമുക്ക്. ഞാൻ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ലാവണ്ടറും എല്ലാത്തിലും വൈറ്റാണ് പോയിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ പീച്ചിൻ്റെ തന്നെ ആദ്യം കാണിച്ചതുമായിട്ട് ഇച്ചിരി കൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്. ആദ്യം കാണിച്ച ഇതിൻ്റെ ലൈറ്റ് പീച്ച് അല്ലെങ്കിൽ പിങ്ക് എന്ന് പറയാം കേട്ടോ. രണ്ടും കൂടെ മിക്സഡ് ആണ്. രണ്ട് പീച്ചെന്ന് തന്നെയും പറയത്തില്ല, പിങ്ക് എന്ന് തന്നെയും പറയത്തില്ല. കണ്ടോ? കണ്ടു നല്ലല്ലേ? ഉടുക്കാനും നല്ല സുഖമാണ്, കൊണ്ടുനടക്കാനും നല്ല സുഖമാണ്. പിന്നെ ഏക കുഴപ്പമെന്ന് പറഞ്ഞാൽ സാരി ഫോൾ വെക്കണം. അങ്ങനെ പറയാൻ നിയമമൊന്നുമില്ല കേട്ടോ. സാരി ഫോൾ ഒടിച്ചു കൊടുത്താൽ അത്രയും നല്ലത്. ഇനി നമ്മുടെ സോഫ്റ്റ് കോട്ടൺ സാരി, ഞാൻ അവിടെ ഇവിടെയെന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെയാണ്. ഇതിപ്പം നമുക്ക് എന്ത് വെയർ ആയിട്ടെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതലും ഡെയിലി വെയർ ആയിട്ടാണ്. വളരെ എന്താ പറയുന്നത്, സുഖകരമായ അനുഭവം തരുന്ന, ഒരു ചൂടോ ബുദ്ധിമുട്ടോ ഒറ്റ പ്രശ്നവും തരുന്നില്ല. സ്റ്റാർച്ച് ചെയ്യുകയും വേണ്ട. സ്റ്റാർച്ച് ചെയ്യരുതെന്നല്ല കേട്ടോ, സ്റ്റാർച്ച് ചെയ്യാം.
പ്യുവർ സോഫ്റ്റ് കോട്ടൺ സാരി, പ്യുവർ 100% പ്യുവർ സോഫ്റ്റ് കോട്ടൺ സാരി, നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. ഇതിപ്പോൾ വന്നിട്ട് കോഫി ബ്രൗൺ, തനി കോഫി കളറ്, എന്നിട്ടത്തേക്കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ. ഒന്നുമില്ല, സിമ്പിൾ സാരി, സിമ്പിൾ. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് ചേരും. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് എപ്പോൾ വേണേലും ഉടുക്കാം. ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ് തന്നെ. കേട്ടില്ല, മനസ്സിലായില്ല. ഇതിനകത്ത് ബ്ലൗസ് റണ്ണിങ് ആണോ അതോ ബ്ലൗസ് ഇല്ലയോ എന്നുള്ള റണ്ണിങ് ആണോ അതോ ബ്ലൗസ് ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ അളന്ന് നോക്കിയില്ല കേട്ടോ. ഇത് പക്ഷേ ബ്ലൗസ് കാണിക്കുന്നില്ല ഇതിനകത്ത്. ചിലത് സോഫ്റ്റ് കോട്ടൺ വരും, മിക്കതും ചിലപ്പോഴെല്ലാം ഇങ്ങനെ ബ്ലൗസ് ഇല്ലാതെ വരും. റണ്ണിങ് തന്നെ ഉണ്ടോ എന്ന് ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ബ്ലൗസ് ഇല്ലല്ലോ അല്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ കഥ പറയും. ഏറ്റവും അവസാനം ബ്ലൗസ് പ്ലിക്ക് എന്ന് പറഞ്ഞ് എവിടെ നിന്നും ചാടിയും വരും, അങ്ങനെയാന്ന് തോന്നുന്നു. ബ്ലൗസ് ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇതിന് ഈ ഓഫ് വൈറ്റ് അല്ല, ഈ ഒരു ലാവണ്ടറിൻ്റെ നേർത്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഇത്. അങ്ങനത്തെ ബ്ലൗസോ ഇത് തന്നെയോ ഒക്കെ ഇടാം, പ്ലെയിൻ അങ്ങനെയൊക്കെ ഇടാം. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാരി ഉടുത്ത് ജോലിക്ക് പോകുന്നവർ, അതാണ് ഉദ്ദേശിച്ചത്. ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല സുഖമാണ് ഇനിയിപ്പോൾ ഉള്ള കാലാവസ്ഥയ്ക്ക്. പിന്നെ കണ്ടാലും ഒരു വൃത്തിയും ഒക്കെ ഉണ്ട്. നല്ല അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് നേവി ബ്ലൂ വിത്ത് പിങ്ക്. ഈ പറഞ്ഞ പോലെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത്, നേവി ബ്ലൂ വിത്ത് പിങ്ക് അല്ലേ. നല്ല സുഖം കേട്ടോ, ഭയങ്കര ബോഡിക്കായി. ഞാൻ ഇതിനകത്ത് ഏറ്റവും കാണുന്നത് ഇതിൻ്റെ സ്റ്റഫും ഉപയോഗിക്കാനുള്ള കംഫർട്ടാണ് ഭയങ്കരമായിട്ട്. കണ്ടോ, മുന്താണി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ ഒരു 2 ലൈൻസ്, ദാറ്റ്സ് ഓൾ. ഇനി നമ്മുടെ സെമി ലിനൻ്റെ ഇൻഡിഗോ ബ്ലൂ ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെയാണ്. പിന്നെ വരുമ്പം കാണിക്കും, കാരണം അത്രയ്ക്ക് ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ ഇത്. ഞാൻ ഫസ്റ്റിലേ പറയുവാണ്, എപ്പോഴും പറഞ്ഞ് കേട്ടവർ എന്നോട് സദയം ക്ഷമിക്കുക. വേറെ ഒന്നുമല്ല, ഇത് ഡ്രൈ വാഷേ പാടുള്ളൂ. കളർ ബ്ലീഡിങ് ഉണ്ടാകും സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ പോയാൽ. ഇത് കണ്ട് എന്നാന്ന് ചോദിച്ചാൽ, ഇത് ഇൻഡിഗോ കളർ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു പ്രോസസ്സിങ് എന്നല്ല, പ്രത്യേക പ്രോസസ്സിങ് കൂടെ ചെയ്ത് ആക്കിയെടുക്കുന്നതാണ് ഈ ഇൻഡിഗോ കളറ്. നമ്മൾ ഡയറക്റ്റ് വാഷ് ചെയ്യാൻ, സ്വന്തമായിട്ട് വാഷ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻ കേസ് ഇത് നനയേണ്ടി വന്നാൽ പോലും നമുക്ക് തോന്നും ഇത് നനയുന്ന ആ വെള്ളം നീല കളറിൽ വരും. അതൊരിക്കലും ശരിക്കും പറഞ്ഞാൽ ഈ ക്ലോത്തേന്ന് പോകുന്നില്ല, അതിൻ്റെ ഫസ്റ്റ് ലെയർ മാത്രം കുറച്ച് പോകും. അതാണ് കാണുന്നത്. തുണി എത്ര കഴുകിയെന്ന് പറഞ്ഞാലും തുണിയുടെ കളർ മങ്ങുമോ കളർ പോകുമോ അങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞതും കൊണ്ട് സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ പോകരുത്. ഡ്രൈ വാഷ് ആ ഒരു കാറ്റഗറി വാഷിങ്ങാണ് ഫസ്റ്റ് വാഷ്, മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ചെയ്യാവുള്ളൂ. ഇനി സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഉള്ളവർ അവനവൻ്റെ റിസ്കിൽ ചെയ്യുക. ഇതെല്ലാം ഞാൻ എപ്പോഴും തരുമ്പം പറയുന്ന, ഇത്ര റിസ്ക് എടുത്ത് ഈ സാരി വാങ്ങിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ സാരി വാങ്ങിച്ചാൽ എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ മധ്യത്തിൽ നിന്നാലും ഒരു നോട്ടം, ഒരു ശ്രദ്ധ നിങ്ങളുടെ മേലുണ്ടാവും. നല്ല ഭംഗിയാണല്ലോ, വെറൈറ്റി ആണല്ലോ, കൊള്ളാലോ, പിന്നെ കംഫർട്ട്, അത്രയ്ക്ക് സുഖമാണ് ഇത് ഉടുക്കുമ്പോൾ. നല്ല സുഖവുമാണ്, നല്ല അട്രാക്ഷനുമാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു സിൽവറിൻ്റെ ഒരു വീവിങ് പോയി, ഇൻഡിഗോ കളറിനുള്ള ഒരു ഗുണമാണത്. പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലൗസും തയ്ച്ചിടണേ. അതിനാന്ന് ചോദിച്ചാൽ വേറെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അത് ചേരത്തില്ല. ഈ ഒരു ബോർഡറും കാര്യങ്ങളും ഒക്കെ വെച്ച് അത് തന്നെ ബ്ലൗസ് തയ്ച്ചിടണം. അങ്ങനെ ആണ് അതിന് കുറച്ചും കൂടെ ഭംഗി. അതിനെ നമ്മൾ ഒട്ടും കുറച്ച് കാണരുത്. പിന്നെ തീരെ സ്റ്റാർച്ച് ഇല്ലാതെ ഒരു എന്താ പറയുന്നത്, അയ്യോ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. അത് ലിനനല്ലേ, ലിനൻ എന്ന് പറഞ്ഞാൽ സെമി ലിനനല്ലേ. അപ്പം ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ അതൊക്കെ മനസ്സിലാക്കിയേ വാങ്ങിക്കാവുള്ളൂ. കണ്ടു കഴിയുമ്പോൾ അയ്യേ എന്ന്, മറ്റേ സിനിമയ്ക്കകത്ത് ആരാ വെക്കുന്നത്, അങ്ങനെ ഇന്നസെൻ്റോ, അയ്യേ എന്നിങ്ങനെ ആരെക്കൊണ്ടും പറയിപ്പിക്കരുതെന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് വെക്കരുത്. ഇത് ഉടുത്തിട്ടാണ് ഇതിനെപ്പറ്റി ഒരു ഫൈനൽ ഇതിൽ പോകാവുള്ളൂ. വില 1299 അല്ലേ. ഓക്കെ, അതിൻ്റെ വില എന്നും അത് ഒരേ റേറ്റ്, പല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 1200 രൂപ തൊട്ട് 1060 രൂപ തൊട്ടുള്ളത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഏറ്റവും തീരെ കുറഞ്ഞതും ഒത്തിരി കൂടിയതും എടുക്കും. പിന്നെ വില കൂടിപ്പോയി അങ്ങ് കയറിപ്പോവും, എടുക്കത്തില്ല. ഒരു മീഡിയം ക്വാളിറ്റി ഇല്ല, അതിലാണ് എപ്പോഴും എടുക്കുന്നത്. ഇതിങ്ങനെ സ്ട്രൈപ്പ് പോകുന്ന ഒരു മോഡൽ കേട്ടോ. ഫുള്ള് ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ,
ഇത് പുല്ലിലിട്ട് ഡയറക്റ്റ് സൺലൈറ്റിലിട്ട് ഉണക്കിയാണ് എടുക്കുന്നത്. ഇതിന് കണ്ടോ, ഇതിൻ്റെ അവിടെ എവിടെ ഇങ്ങനെ ഈ ഡൈ ഇങ്ങനെ മങ്ങിയും തെളിഞ്ഞു, അതൊക്കെ അതിൻ്റെ ഒരു മോഡലിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ ഇതത്തേലെല്ലാം പിരിവിരാന്നല്ല, ഇങ്ങനെ ഒരു ചെറിയ ചിലതേൽ ഇങ്ങനെ ഒരു പൊടി പോലെ കുഞ്ഞു, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല, പിന്നെ ഭയങ്കരമായിട്ട് നോക്കിയാൽ കാണാം. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ശരി ഉള്ളതാണ്. ഇങ്ങനെ ഇത് കണ്ടോ, ഇതിൻ്റെ ബോഡി ഫുൾ ഇങ്ങനെയാണ്, ഇങ്ങനൊരു സ്ട്രൈപ്പ് കണ്ടോ. മെലിച്ചിൽ തോന്നണമെന്നും പൊക്കം തോന്നണമെന്നും ഒക്കെ ഉള്ളവർ ഇതുള്ള എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ബ്ലൗസ് കൂടെ ഒന്ന് കാണിക്കാം. ഇതിന് ബ്ലൗസ് പ്ലെയിൻ അല്ല, ഇങ്ങനൊരു ബ്ലൗസ്, കയ്യിൽ ഈ ഒരു ബോർഡർ. പെട്ടെന്ന് തീർന്നല്ലോ. വീഡിയോ എടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ തിരക്കിൻ്റെ കൂടുതൽ കൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇന്ന് അതുകൊണ്ട് കുറേ വീഡിയോ എടുക്കണമെന്നൊക്കെ എൻ്റെ പ്ലാൻ. അറിയത്തില്ല എങ്ങനെയാവുന്നു. ഡ്രസ്സൊക്കെ മാറി എല്ലാം വരുമ്പോഴത്തേനും മടുപ്പാവും. അതുകൊണ്ട് ഒറ്റ നിപ്പങ്ങ് നിന്ന് വീഡിയോ എടുക്കുവാണേലേ എളുപ്പമുണ്ടല്ലോ. അടുത്ത ഇത് ഇൻഡിഗോ കളർ എടുത്ത് കളയും ഈ വൈറ്റ്. പിന്നെ ഇതിന് വൈറ്റ് ബ്ലൗസൊക്കെ ഇട്ട് നല്ല ഭംഗിയാട്ടോ. ഞങ്ങൾ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യിക്കും വൈറ്റ് റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടിട്ട് എന്നാ ഡിമാൻഡാണെന്നറിയോ. എന്താ വൈറ്റ് മജന്ത ബ്ലൗസ് ഒക്കെ നല്ലതാണ്. കോൺട്രാസ്റ്റ് വരുമ്പോഴേ ഇത് മുന്താണി ബ്ലൗസ്, ഇതും ബ്ലൗസ് പ്ലെയിന്, കയ്യിൽ ഈ ഒരു ബോർഡർ. അപ്പോൾ നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിങ്. വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല. നിങ്ങളുടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് എൻക്വയറിക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് കോൾ നമ്മൾ എടുക്കലില്ല. നമ്മുടെ സ്റ്റാഫാണ് ഓർഡർ എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതെല്ലാം. വാട്സപ്പ് കോൾ ഇല്ല. പിന്നെ നമ്മളിത് ഹോൾഡ് ചെയ്തും വെക്കത്തില്ല. ഹോൾഡ് ചെയ്ത് വെച്ച് ഞാൻ ഇതിൻ്റെ കഥകളെല്ലാം എപ്പോഴും പറയുന്നത്. ഹോൾഡ് ചെയ്ത് വെക്കുക കൂടി ഒരു 15-20 മിനിറ്റ്, എന്നിട്ട് ഒന്നും കൂടി ചോദിക്കും വേണ്ടതാണോ എന്ന്. അല്ലെങ്കിൽ അടുത്ത ഓർഡർ നമുക്ക് ഫസ്റ്റ് ക്യാഷ് ഇടുന്ന ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇടുന്നത് കേട്ടോ. അതൊക്കെ ഒന്നുമില്ല, ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എല്ലാം ബിസിനസ് അല്ലേ, അതിൻ്റേതായ ഭാഗങ്ങൾ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചെയ്തല്ലേ പഠിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ചെയ്ത അനുഭവത്തിൽ നിന്നാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത് അല്ലേ. അനുഭവം ഗുരു എന്ന് പറയുന്ന കേട്ടില്ലേ. എത്ര അനുഭവം കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കോമഡി പറഞ്ഞിട്ട് തന്നെ ഇന്നങ്ങ് ചിരിക്കുക അല്ലേ. ചിരിയുടെ ആക്ഷൻ കണ്ട അട്ടഹാസമാണെന്ന് തോന്നുന്നു. എൻ്റെ അല്ല, ഇവരുടെ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.